കുറച്ചു കാലം മുമ്പ് വരെ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് ഓട്ടോ ഓടിച്ചോണ്ടിരുന്ന ഓട്ടോ ഡ്രൈവറാണ്. ഇയാൾക്ക് ഈ മുരാരി തന്ത്രി, ഇയാളുടെ പേര് രാജൻ ബാബു എന്നാ ഇയാളുടെ പേര്. ഇയാൾ പണ്ടം കണ്ട് കള്ളിയെത്തായിരുന്നു, ഇയാളുടെ ചെറുപ്പകാലത്ത് കള്ളിയെത്തായിരുന്നു. ബാധ ഒഴിപ്പിക്കാം, പക്ഷെ ഡ്രസ് ഊരി നിൽക്കണം എന്നാ നഗ്നഭുജ അല്ല എന്റെ യൂസേജ് തെറ്റായിരിക്കും. അമ്മയും കുട്ടിയും കൂടി ഇയാളോട് പ്രശ്നം വെക്കാൻ ചെന്നപ്പോ ഇയാള് കബഡി നിരത്തിയിട്ട് പറയുന്നത് ബാധയാണ്, ഞാൻ ബാധയെ ഒഴിപ്പിക്കാം. വരാടിക എന്ന് പറഞ്ഞാൽ കബഡി. ഈ കബഡി ശാസ്ത്രം എന്ന് പറയുന്ന കാപട്യശാസ്ത്രമാക്കി മാറ്റിയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇവൻ അവിടെ ഇരുന്നിട്ട് ദേവപ്രശ്നത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഫ്ലോറിലൂടെ കാരണക്കുറ്റിയൊക്കെ അടി കൊടുക്കാനായിരിക്കും തോന്നുന്നു. ലൈവായിട്ട് അവർ വിടട്ടെ, ജനം കാണട്ടെ. ഇതിനകത്ത് കള്ളനാണയങ്ങൾ ഒരുപാടുണ്ട്. നിങ്ങളുടെയൊക്കെ ഞാൻ ആലോചിക്കുന്നത് സീണ്ടെന്നായി കൊട്ടാരക്കാരൻ എന്റെ നാട്ടുകാർ മേലിലക്കാരനല്ലേ, പുള്ളിയുടെ സഹോദരങ്ങളെ കൊട്ടാരക്കാർ എന്നിട്ട് ഈ ഉടായ്പിനെ ഫ്രാഡിനെ പിടിച്ചവിടെ കൊണ്ടിരുത്തി എന്തിനാന്ന് ഞാൻ ആലോചിച്ചു. 4 ദിവസത്തിന് മുമ്പ് നിലമേലുള്ള ഒരു അമ്മ എന്നെ കാണാൻ വന്നു. മാംസം സ്ത്രീ ഇത്രയും വരുമ്പോഴാണ് ത്വര വരുന്നത്. കിടക്കപ്പായി കിടക്കുന്ന 1 വയസ്സ് പോലുള്ളത് കൊച്ചിനെ എടുക്കുന്നത് പിടിപ്പിക്കുക, 90 വയസ്സുള്ള മുത്തശ്ശി പിടിപ്പിക്കുന്ന കാലം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കേട്ടോ, ഇവിടെ വ്യത്യാസമൊന്നുമില്ല. ആണായാലും പെണ്ണായാലും ആ കൊച്ചിന് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് അവൻ പറയുമ്പോ ശരി കർമ്മം ചെയ്തോ. അപ്പൊ സ്വാഭാവികമായിട്ട് കൊള്ളക്കാരനായിരുന്ന രത്നാകരന് വാൽമീകിയാകാമെങ്കിൽ ചെത്തുകാരനായിരുന്ന രാജൻ ബാബുവിന് മുരാരി ശാന്തിയാകാം. ഈ മുരാരി ശാന്തി ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് എങ്ങനെയാണ് ബാധ ഒഴിപ്പിക്കാനുള്ള കപ്പാസിറ്റി ആയതെന്ന് അറിയണം. ഇനി ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മയെ കുറ്റം പറയും. ഈ മുരാരി തന്ത്രിയെ പോലുള്ളവരെ വിളിച്ചോണ്ടിരുത്തി വിശ്വാസവും ചർച്ച ചെയ്യുന്നിടത്ത് സിദ്ധന്മാർക്കൊപ്പം കൊണ്ടിരുത്തിയ 24 ചാനലിനെ പറഞ്ഞാൽ മതി. ഇപ്പൊ കാന്തല്ലൂർ സ്വാമിയെ സംബന്ധിച്ചിടത്തോളം കാന്തല്ലൂർ സ്വാമി അവിടെ മറ്റേ മാല കറക്കി ഇതൊക്കെ അവിടെ ട്രോൾ ചെയ്യപ്പെട്ടെങ്കിലും കാന്തല്ലൂർ സ്വാമി പറഞ്ഞതിന്റെ 100% പോലും ഒരു ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇതിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് അവിടെ ഇരിക്കുന്നവരുടെ ഭൂതവും ഭാവിയും പറയാൻ കഴിവുള്ള ആളാണ്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ്. എന്റെ ജീവിതത്തിൽ എനിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ഞാൻ കണ്ണും തള്ളിയിരുന്നിട്ടുണ്ട്.